നമ്മുടെ ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് ആരോഗ്യ ബോധവൽക്കരണം മാത്രമാണ്. അതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് HI അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. HI ഷൈഖ് അവരുകളെ ആരോഗ്യ ബോധവൽക്കരണത്തിനായി ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്. താങ്ക് യു മൊയ്തീൻകുട്ടി സർ. അടുത്തതായി ഈ ആരോഗ്യ സെമിനാർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഖുറൈശി സാർ സംസാരിക്കുന്നു. 20-ാം വാർഡ് മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഷംല ബഷീർ, നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മൊയ്തീൻകുട്ടി മാസ്റ്റർ, മറ്റ് എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ, ഞാൻ മാറാക്കര PHCയിലെ HI ആണ്. എൻ്റെ പേര് മുഹമ്മദ് ഖുറൈശി. ഞാനിവിടെ 1-2 കാര്യങ്ങൾ ഇപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇതുപോലെ, പഞ്ചായത്തിലെന്നല്ല മറ്റ് പല പഞ്ചായത്തുകളിലും ഒരു വാർഡ് ഉത്സവം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നത് ആദ്യമായിട്ട് തന്നെയായിരിക്കും. പലരും അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പം ഇത്തരം പരിപാടിയിൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാനിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലക്കാണ് ഇന്ന് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നമ്മുടെ മാറാക്കര പഞ്ചായത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമായ മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് 1-2 വാക്ക് സംസാരിക്കാൻ ആണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 300-ലധികം ആളുകളെ മഞ്ഞപ്പിത്ത രോഗം പിടിപെട്ട് കഴിഞ്ഞു. പലർക്കും അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ രോഗം ഇത്ര വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ നിന്നായാലും കല്യാണ വീടുകളിൽ നിന്നാണെങ്കിലും നമ്മൾ മറ്റെവിടെയെങ്കിലും വിരുന്ന് പോയാലും ശരി, അവിടെ നിന്നെല്ലാം ഈ രോഗവുമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട്. ഇതിൻ്റെ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മഞ്ഞപ്പിത്തം പകരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ രോഗത്തെ തടയാൻ പറ്റും. ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾ, ധാരാളം ആളുകൾ സ്കൂളിൽ നിന്ന് മഞ്ഞപ്പിത്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അത് വീട്ടിൽ നിന്ന് അത് അയൽവാസികളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നത് മറ്റെവിടെയെങ്കിലും പോകുമ്പം അവിടേക്ക് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ഈ ഒരു അവസ്ഥ ഇവിടെ സർവ്വസാധാരണമായി കണ്ടുവരുന്നതാണ്. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മഞ്ഞപ്പിത്തം 5 തരത്തിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E ഇങ്ങനെ 5 തരത്തിലുള്ള മഞ്ഞപ്പിത്തമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ പലരും ചോദിക്കും, എൻ്റെ ചെറിയ കുഞ്ഞിന് മഞ്ഞപ്പിത്തത്തിൻ്റെ കുത്തിവയ്പ്പ് ഞാൻ എടുത്തതാണല്ലോ, പിന്നെ അവർക്ക് വീണ്ടും മഞ്ഞപ്പിത്തം വന്നു. ഞാൻ അന്ന് ചെറിയ കുഞ്ഞായിരുന്നപ്പം ഞാൻ വാക്സിൻ എടുത്തിരുന്നു, വാക്സിൻ എടുത്തിട്ട് എനിക്ക് വീണ്ടും വന്നു എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കുഞ്ഞുനാളിലെ കൊടുക്കുന്ന വാക്സിൻ മഞ്ഞപ്പിത്തം B ആണ്. അത് രക്തത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തത്തിന് വേണ്ടി മാത്രമാണ് ഈ കുട്ടികൾക്ക് ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ പകരുന്ന മഞ്ഞപ്പിത്തം അത് വെള്ളത്തിലൂടെ അല്ലെങ്കിൽ മലമൂത്ര വിസർജ്യങ്ങളിലൂടെ ആണ് വരുന്ന മഞ്ഞപ്പിത്തമാണ് മഞ്ഞപ്പിത്തം A അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും പകരുന്നത് വെള്ളത്തിലൂടെയാണ്. വെള്ളത്തിലൂടെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എത്ര പേര് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നുണ്ട്? പറയാൻ പറ്റും എത്ര പേര് കുടിക്കുന്നുണ്ട്? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം വളരെ കുറച്ച് പേര് മാത്രമേ കുടിക്കുന്നുള്ളൂ, അല്ലേ? ഇനി വേറെ കുറെ ആളുകളുണ്ട്, എന്തുവേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി ചുടുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു ചൂട് വരുത്തിയിട്ട് വെറുതെ കുടിക്കുന്നു. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത് പ്രധാനമായിട്ടും പകരുന്നത് വെള്ളത്തിലൂടെയാണ്. ഇത് വെള്ളത്തിൽ എത്തിച്ചേരുന്നത് നമ്മുടെ മലമൂത്ര വിസർജ്യങ്ങളിലൂടെയാണ്. വീട്ടിലുള്ള ചെറിയ കുഞ്ഞുങ്ങൾ മലമൂത്ര വിസർജ്യം നടത്തുമ്പോൾ അത് ചില ആളുകൾ നമ്മുടെ ടോയ്ലറ്റിൽ, കക്കൂസുകളിലല്ല നടത്തുന്നത്, വീടിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും പാടത്തെ പറമ്പിലായിരിക്കും. ചില ആളുകൾ അത് പാക്ക് ചെയ്തിട്ട് അപ്പുറത്തെ തൊടിയിലേക്ക് എറിയും. അത് പ്രാണികളിലൂടെ, മറ്റു വിധത്തിലൂടെ, ഈച്ചയിലൂടെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നു. ഈ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ വായിലൂടെ ആ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കുട്ടികളോട് എത്ര പേര് നമ്മുടെ കുട്ടികൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്തു വിടാറുണ്ട്? അതും 2-3 പേര് മാത്രമേ ഉള്ളൂ. പലരും കൊടുത്ത് വിടാറില്ല. കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കൂളുകളിൽ പറയും, സ്കൂളിലെ കിണർ എന്തായാലും ബ്ലീച്ചിങ് പൗഡർ കലക്കണം, ബ്ലീച്ചിങ് പൗഡർ കലക്കി കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് അണുവിമുക്തമാകുള്ളൂ. എന്നിരുന്നാലും വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ
കുടിക്കാവൂ എന്ന് പ്രത്യേകിച്ച് അവരോട് പറയാറുണ്ട്. കാരണം ചില സ്കൂളുകളിൽ ഫിൽറ്റർ കാണും, പക്ഷെ ആ ഫിൽറ്ററൊന്നും അത്ര പ്രായോഗികമല്ല. പിന്നെ സ്കൂളിലെ കുട്ടികളാകുമ്പം അവർ സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിച്ചാടി അവർ തളർന്നു വരുന്ന സമയത്ത് നമ്മൾ പാത്രം കഴുകുന്ന ടാപ്പിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നു. ഇങ്ങനെ വെള്ളം കുടിക്കുമ്പം ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈസ്കൂളിൽ ഏകദേശം ഒരു 10-20 കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞു. ഇത് കുട്ടികൾക്കാണ് വരുന്നത്, പ്രധാനമായിട്ടും വരുന്നത് കുട്ടികൾക്കാണ്. അപ്പോൾ ഈ രോഗം ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തിക്കൊണ്ടുവരുന്നു. പക്ഷെ ഇത് നമുക്ക് അറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് മഞ്ഞപ്പിത്ത രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ആ രോഗലക്ഷണം വരുമോ? അന്ന് തന്നെ നമുക്ക് ആ രോഗലക്ഷണം വരുന്നില്ല. രോഗലക്ഷണം വരുന്നത് ചിലപ്പം 1 മാസമോ അല്ലെങ്കിൽ 45 ദിവസമോ കഴിഞ്ഞിട്ടായിരിക്കും. എൻ്റെ ശരീരത്തിൽ ഇന്നൊരു രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ എനിക്ക് രോഗലക്ഷണം കാണിക്കുന്നത് 42 or 45 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും രോഗലക്ഷണം കാണിക്കുന്നത്. പക്ഷേ എൻ്റെ ശരീരത്തിൽ രോഗാണു പ്രവേശിച്ച് 7 ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് യാതൊരു രോഗലക്ഷണവും ഇല്ലാതെ തന്നെ ഞാൻ ഈ രോഗം മറ്റുള്ളവർക്ക് പകർത്തിക്കൊണ്ടേയിരിക്കുന്നു. അതെങ്ങനെയാണ് പകർത്തുന്നത്? നമ്മളൊരു ഷെയ്ക്കാൻഡ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈ കഴുകാതിരുന്നു, ഈ കൈ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു, എൻ്റെ ഭക്ഷണം ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഗ്ലാസ് വേറൊരാൾ ഉപയോഗിച്ചു, എൻ്റെ പാത്രം വേറൊരാൾ ഉപയോഗിച്ചു. ഈ രീതിയിൽ എനിക്ക് യാതൊരു രോഗലക്ഷണവും ഇല്ലാതെ തന്നെ ഒരു 7 ദിവസം കഴിയുമ്പോൾ ഈ രോഗം മറ്റുള്ളവർക്ക് നമ്മൾ പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിത് കണ്ടെത്താൻ കഴിയാത്തത്. ഇപ്പം ഇന്ന് അടുത്ത് കരേക്കാട് ഭാഗത്ത് ഒരു കുട്ടി, ഒരു ഹോസ്റ്റലിൽ പഠിക്കുന്ന, വളാഞ്ചേരി അവിടെ ഒരു ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ചെറിയൊരു പനിയുമായിട്ടാണ് അതിൻ്റെ വീട്ടിൽ, പിറ്റേ ദിവസം കല്യാണമാണ് വീട്ടിൽ. ആ കല്യാണത്തിന് വേണ്ടി 2-3 ഫ്രണ്ട്സിനെയും കൊണ്ട്, കൂട്ടുകാരെയും കൊണ്ട് ആ വീട്ടിൽ അവർ കല്യാണ തലേന്ന് പങ്കെടുക്കാൻ വേണ്ടി വന്നു. കല്യാണം ഓഡിറ്റോറിയത്തിലാണ്. അപ്പൊ കല്യാണ തലേന്നാകുമ്പം സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ സ്വന്തം വീട്ടിലായിരിക്കുമ്പം തലേന്ന് വരുന്ന ആളുകൾക്ക് ഈ കുട്ടി എന്ത് ചെയ്യും? ഇവർക്ക് വേണ്ട ആവശ്യമുള്ള വെള്ളം കൊടുക്കും, ഭക്ഷണം വിളമ്പി കൊടുക്കും, എന്ത് വേണമെങ്കിലും ഈ കുട്ടി ചെയ്യും. അങ്ങനെ ഈ കുട്ടിയും ഈ കുട്ടിയുടെ ഫ്രണ്ട്സും കല്യാണ തലേന്ന് വന്ന ആളുകൾക്ക് അവിടെ വെൽക്കം ഡ്രിങ്ക്സ് കൊടുത്തു, വെള്ളം കൊടുത്തു, അവരെ സ്വീകരിച്ചു. ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അവരൊക്കെ തിരിച്ചു പോയി. പിറ്റേ ദിവസം കല്യാണമാണോ ഭംഗിയായി നടന്നു. കല്യാണ സമയത്ത് എന്താണ്, സ്വാഭാവികമായിട്ട് വീട്ടുകാരെ എല്ലാം ഇടപെടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ വളണ്ടിയർമാരും മറ്റു കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യാനും സപ്ലയർമാരെല്ലാം ഉണ്ട്. അപ്പോൾ ഈ തലേന്ന് ഈ കുട്ടി ഇത് വെള്ളം കൊടുത്തു കഴിഞ്ഞ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി അവിടെ എത്തിയതിന് ശേഷമാണ് ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗലക്ഷണം വന്നത്. കുട്ടിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഹോസ്റ്റലിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഹോസ്റ്റലിൽ നിന്ന് മറ്റാരെടുത്തുനിന്നോ കിട്ടിയ ഈ രോഗം വീട്ടിലേക്ക് കൊണ്ടുവന്നു. കല്യാണ തലേന്ന് പങ്കെടുത്ത ആളുകൾക്ക് ഇതെല്ലാം കൊടുത്തു. പക്ഷെ കുട്ടിക്ക് കാര്യമായ ലക്ഷണങ്ങളൊന്നുമില്ല. തിരിച്ചവർ ഹോസ്റ്റലിൽ പോയി 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് ലക്ഷണങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പം അന്വേഷിച്ച് നോക്കി, വീണ്ടും ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ആ കല്യാണ തലേന്ന് പങ്കെടുത്ത ആളുകൾക്ക് മുഴുവൻ, ഏകദേശം ഒരു 10-25-30ഓളം ആളുകൾക്ക് ഈ മഞ്ഞപ്പിത്ത രോഗം പിടിപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായത്. പക്ഷേ ഈ 30 ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? അവർക്ക് രോഗലക്ഷണം വരുന്നതിന് മുമ്പ് അവർ വീണ്ടും മറ്റുള്ള ആളുകൾക്ക് ഇത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മുടെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് വരെ ഉണ്ടാവാത്ത വിധം മഞ്ഞപ്പിത്ത രോഗം അത്രമാത്രം പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അല്ലേ? പലരും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പം അവിടെ മിക്ക ഹോട്ടലുകളിലും കൊടുക്കുന്നത് പച്ചവെള്ളമാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചുടുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്ന വെള്ളമാണ് മിക്ക ഹോട്ടലുകളിലും സപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ചില ഹോട്ടലുകളിലാണെങ്കിലോ അവർ നമുക്ക് വെള്ളം കൊണ്ടുതരുന്നത് എങ്ങനെയാ വെള്ളം കൊണ്ടുതരിക അല്ലേ? ഒരു 4-5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൈ ഇങ്ങനെ മുക്കിയിട്ട് ഇതിന്റെ വിരലുകളെല്ലാം ഇവിടെ കിടക്കുന്നു. ഈ ഗ്ലാസ്സിൽ മുങ്ങിയിട്ടാണ് കിടക്കുന്നത്. ഈ ഗ്ലാസ്സിലെ വെള്ളമാണ് നമുക്ക് കുടിക്കാൻ കൊണ്ടുതരുന്നത്. അത് മാത്രം മതി എന്തിന്? നമുക്ക് മഞ്ഞപ്പിത്തം പോലുള്ള അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള ടൈഫോയിഡ് പോലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വരാൻ വേണ്ടി അത് മാത്രം മതി. അപ്പൊ ഇതിനുള്ള പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഇത് വൈറസ് രോഗമാണ്. വൈറസ് രോഗങ്ങൾക്കൊന്നും എയ്ഡ്സ് രോഗത്തിന് ചികിത്സയില്ല, അല്ലെങ്കിൽ ചിക്കൻ പോക്സ് അതിന് ചികിത്സയില്ല. വൈറസ് രോഗങ്ങൾക്കൊന്നും കാര്യമായ ചികിത്സയില്ല. ഇതിന് നമുക്ക് ആവശ്യം രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി വിശ്രമിക്കുക എന്നുള്ളതാണ്, ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ പല ആളുകളും ഉടനെ തൃശ്ശൂരിലേക്ക് ഓടും.
ഒറ്റമൂലി കഴിക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് ഓടും. ഒരു കാരണവശാലും അത് കഴിക്കാൻ പാടില്ല. കാരണം ഈ മഞ്ഞപ്പിത്ത രോഗം, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ലിവറിനെ അല്ലെങ്കിൽ കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇത് കരളിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് നമ്മൾ അനാവശ്യമായി ഒറ്റമൂലി കഴിച്ചു കഴിഞ്ഞാൽ അത് കരളിനെ കൂടുതൽ മാരകമാക്കാൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അതാണ് നമ്മളിതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ പ്രത്യേക ചികിത്സയില്ല. അവർക്ക് ഛർദിയുണ്ടോ, ഛർദിക്കുള്ള മരുന്ന് കൊടുക്കും. പനിയുണ്ടോ, പനിക്കുള്ള മരുന്ന്. വയറിന് അസ്വസ്ഥതയുണ്ടോ, അതിനുള്ള മരുന്ന് കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണമെല്ലാം കഴിക്കാം. പക്ഷേ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം കുറച്ച് നിയന്ത്രിച്ചാൽ തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് തന്നെ ഈ രോഗം പൂർണ്ണമായി മാറും എന്നുള്ളതാണ് ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറിയ വെള്ളം, തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചോട്ടെ കുഴപ്പമില്ല, തിളപ്പിച്ചാറിയ വെള്ളം അവരുടെ ബോട്ടിലാക്കി അവരെ സ്കൂളിലേക്ക് കൊടുത്തുവിടുക. അതല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് അവർ വെള്ളം കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മിക്കവാറും വരുന്ന കേസുകളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നാണ് വീട്ടിലേക്കും നമ്മുടെ നാട്ടിലേക്കുമെല്ലാം ഈ രോഗം പകർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് ഇതേ സംബന്ധിച്ച് എനിക്ക് പ്രധാനമായി പറയാനുള്ളത്. ഇതിന് പരമാവധി വിശ്രമിക്കുക, റെസ്റ്റ് എടുക്കുക, വലിയ വറുത്തതും പൊരിച്ചതും കൊഴുപ്പടങ്ങിയ ഭക്ഷണമെല്ലാം നമ്മൾ നിയന്ത്രിക്കുക. ഇത്ര മാത്രമേ ഈ രോഗത്തിന് പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രധാന ലക്ഷണം, കുട്ടികളിലാവുമ്പം കാര്യമായ ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല. ചിലർക്ക് പനി വരും, അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥത വരും, ഛർദി വരും, ഓക്കാനം വരും. അസുഖം കൂടിക്കഴിഞ്ഞാൽ, കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വെള്ളയായി കാണുന്ന ഭാഗങ്ങൾ, കൈൻ്റെ ഉള്ളനടി ഭാഗങ്ങൾ, അല്ലെങ്കിൽ കണ്ണിൻ്റെ വെള്ള, കാലിൻ്റെ അടിഭാഗം, നമ്മൾ വെളുത്ത ശരീരമുള്ളതാണെങ്കിൽ ശരീരം മൊത്തം ഒരു മഞ്ഞ കളറിൽ പ്രത്യക്ഷപ്പെടും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് മഞ്ഞപ്പിത്ത രോഗമാണ്. ഉടനെ തന്നെ പനി വന്നാൽ തന്നെ, ഒരു പനി ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ മക്കളെ ഒരിക്കലും സ്കൂളിലേക്കോ അംഗൻവാടിയിലേക്കോ പറഞ്ഞുവിടാൻ പാടില്ല. അവർ പരമാവധി വിശ്രമിക്കാൻ, വീട്ടിൽ തന്നെ വിശ്രമിക്കാൻ അനുവദിക്കുക. അവരുടെ പാത്രം അവരെ മാറ്റി താമസിപ്പിക്കുക മീൻസ് അവരുപയോഗിക്കുന്ന ബാത്റൂം, അവർക്ക് മാത്രമായിട്ടൊരു ബാത്റൂം നീക്കി വെക്കുക. അവരുടെ പാത്രങ്ങൾ, അവരുടെ ഗ്ലാസ്സുകൾ, അവരുപയോഗിക്കുന്ന എന്തെല്ലാം സാധനങ്ങളോ ഈ സാധനങ്ങളെല്ലാം അവർക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ അവർക്ക് മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സെഷൻ നിർത്താം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് ഇനി മെഡിക്കൽ ക്യാമ്പ് ഉണ്ടെന്ന് പറയുന്നു. ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് ഉള്ള ആളുകൾ കുറേ സെലക്റ്റായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാം. തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സാർ. അടുത്തതായി നമ്മുടെ ഈ വാർഡോത്സവത്തിൻ്റെ ഈ മെഡിക്കൽ